എല്ലാവർക്കും നമസ്കാരം. സർക്കാർ സ്ഥാപനത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ 2 നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. പാലക്കാടിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നമുക്ക് 2 നോട്ടിഫിക്കേഷനും ഈ വീഡിയോ നോക്കാം. ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാടിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഒന്നാമത്തെ പോസ്റ്റ് MDS ആണ്. MDS കം ഡ്രൈവറാണ്. 30 വയസ്സ് വരെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 2 വേക്കൻസി ഉണ്ട്. 17,500 ആണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. 7 ഏപ്രിൽ 2026 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ഡിസേറബിൾ ആയിട്ട് ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും ഉള്ള സ്കിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്തതും ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേക്കൻസി വന്നിരിക്കുന്ന പോസ്റ്റ് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർക്കാണ്. അസോസിയേറ്റ് എഞ്ചിനീയർ തസ്തികയാണ്. BE/BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അസോസിയേറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ്. BE/BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ആവശ്യമാണ്. അസോസിയേറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കട്രോണിക്സ് ആണ്. BE/BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അസോസിയേറ്റ് എഞ്ചിനീയർ മെയിൻ്റനൻസ് ഓർ പ്രൊജക്റ്റ് ആണ്. BE/BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ. അസോസിയേറ്റ് എഞ്ചിനീയർ മെയിൻ്റനൻസ് പ്രൊജക്ട് ഇലക്ട്രിക്കൽ ആണ്. BE/BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഇന്റർവ്യൂ ആണ്. പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. 35,000 ആണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഏജ് ലിമിറ്റ് 39 വയസ്സുള്ളവർക്ക് ഇന്റർവ്യൂ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. 15/5/2026 വരെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. 10 മുതൽ 15 ഹവേഴ്സ് വരെയാണ് ഇന്റർവ്യൂവിന്റെ ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിനു ശേഷം ഇന്റർവ്യൂ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്റർവ്യൂ പങ്കെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്